കുഞ്ഞു വട്ടയപ്പാണല്ലോ അമ്മ കുഞ്ഞു ഉണ്ടാക്കുന്നത്. പാത്രത്തില്. ഇതിന്റെ അളവ് ആരാണ്ട് ഇഞ്ചി ചോദിച്ചായിരുന്നു. ഞാൻ ഇനി ടേപ്പ് കൊണ്ടേ എന്റെ ഇഞ്ചൊന്ന് നോക്കി വെച്ച് പറഞ്ഞു കൊടുക്കാം. മേടിച്ചപ്പോ ഒത്തിരി നാളായതുകൊണ്ട് അതങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഞാൻ ടേപ്പ് വെച്ചൊന്ന് അളന്നേച്ച് നിങ്ങക്ക് പറഞ്ഞു തരാൻ കേട്ടോ എത്രയാന്നുള്ളത്. എന്നോട് ചോദിച്ചായിരുന്നു ആരോ. ഞാൻ അടയ്ക്കട്ടെ? അടച്ചോ. ക്രിസ്മസിനാണോ അതെയോ ഈസ്റ്ററിനാണോ ഈ വട്ടയപ്പം പോപ്പുലർ ആയിട്ട് വരുന്നത്? ഈസ്റ്ററിനാന്ന് തോന്നുന്നു അല്ലേ? ഈസ്റ്റർ വട്ടയപ്പം എന്നുള്ള പേരിൽ ഇതിനെ അറിയപ്പെടാറുണ്ട്. എറണാകുളത്തൊക്കെ പല ബേക്കറികളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഈസ്റ്റർ വട്ടയപ്പം എന്ന് എഴുതി വെച്ചേക്കണേ. എനിക്കറിയില്ല. നമ്മള് അങ്ങനെ ക്രിസ്മസിനും ചുടാറൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്യാറില്ല. പല സ്ഥലത്തും പല രീതിയല്ലേ. അതായത് നമ്മളിപ്പോ വട്ടയപ്പം ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വെച്ചല്ല ഉണ്ടാക്കണത്. പിന്നെ പലരും ഇങ്ങനെ ഉണ്ടാക്കണ്ടല്ലോ എന്നോർത്ത് പാലപ്പത്തിന് നമ്മള് ലേസപ്പത്തിന് കള്ള് മേടിച്ചാലും കുറച്ച് ഇത് ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ 2 വട്ടയപ്പം പുഴുങ്ങാൻ എടുത്തന്നേ ഉള്ളൂ. വട്ടയപ്പം ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കും. ചില സ്ഥലങ്ങളിൽ ക്രിസ്മസിന് ഉണ്ടാവും, ഈസ്റ്ററിന് ഉണ്ടാക്കണ സ്ഥലങ്ങളുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെയൊക്കെ അവിടെ ഞാൻ പണ്ടും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പിടി ഇറച്ചിയും അല്ലെങ്കിൽ കള്ളപ്പൂ ഇറച്ചിയും. അതാണ് ഞങ്ങളുടെ ബാല്യത്തിലൊക്കെ ഈസ്റ്ററിനും ക്രിസ്മസിനും വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഐറ്റംസ്. വട്ടയപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കും. അങ്ങനെ പ്രത്യേക ഒരു ഒക്കേഷൻ നമ്മുടെ ഈ ഭാഗത്തില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പാലപ്പം ഒക്കെ റെഡിയായി. വട്ടയപ്പം, നമ്മളിതിന് വട്ടയപ്പം എന്നാണ് പറയണേ. വട്ടയപ്പം ഒക്കെ റെഡിയായി. ഇനിയിപ്പം മുറിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. തണുത്തത് കൊണ്ടാട്ടോ കയ്യിലെടുത്ത് ഇങ്ങനെ എല്ലാവർക്കും കഴിക്കാം. പണ്ടത്തെ ട്രഡീഷണൽ പലഹാരാണ് വട്ടയപ്പം. ഉണ്ട, അവലോസ് ഉണ്ട, അരിയുണ്ട, പഞ്ചസാര ഉണ്ട. അവലോസ് ഉണ്ടയിൽ 2 ഉണ്ട്, ശർക്കര ഉണ്ടയും പഞ്ചസാര ഉണ്ടയും. ശർക്കര ഉണ്ട പഞ്ചസാര ഉണ്ട പണ്ടത്തെ ലക്ഷറി ആയിരുന്നെങ്കിൽ ഇന്ന് എല്ലാവരും അവോയ്ഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ശരിയാ, വളരെ ശരിയാ. അത് പഞ്ചസാര വയറിന് അല്ലേ, കാലഘട്ടത്തിന് വന്നൊരു മാറ്റം.